ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, എല്ലാവർക്കും തന്നെ ഈവൻ സാധാരണക്കാർക്ക് പോലും വളരെ പരിചയമുള്ള ഒരു ഏരിയയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നഴ്സസിന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈവൻ സാധാരണ ജനങ്ങൾക്ക് പോലും ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ പഴയ മറ്റു പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, ഇത്തരം ഒരു ക്വസ്റ്റ്യന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന് എപ്പോഴും ഒരു 3 പാർട്ട് ഉണ്ടായിരിക്കും. ഇതിന്റെ ആദ്യ ഭാഗം ഒരു ഇവന്റ് എന്ന് പറയും, അതായത് എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ സംഭവം, ഇവന്റ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പാർട്ട് ഉണ്ടായിരിക്കും. അതുകൂടാതെ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് സെന്റൻസ്, ദാറ്റ് ഈസ് ദ നഴ്സ് ഈസ് ഇൻസ്ട്രക്ടിങ് ദ പാരന്റ്സ് ഓഫ് എ ചൈൽഡ് വിത്ത് അയൺ ഡെഫിഷ്യൻസി അനീമിയ റിഗാർഡിംഗ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ലിക്വിഡ് ഓറൽ അയൺ സപ്ലിമെന്റ്. ഇതാണ് ഇവിടുത്തെ ഇവന്റ്. അതായത് ഒരു നേഴ്സ് ഒരു പാരന്റ്സിന്, ഒരു ചൈൽഡിന്റെ പാരന്റ്സിന്, ആ ചൈൽഡിന് എന്താണ് പ്രശ്നം, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള ഒരു ചൈൽഡിന്റെ പാരന്റ്സിനെ ഇൻസ്ട്രക്ട് ചെയ്യുകയാണ്. എന്താണ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത്? റിഗാർഡിംഗ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ലിക്വിഡ് ഓറൽ അയൺ സപ്ലിമെന്റ്. ലിക്വിഡ് ഓറൽ അയൺ സപ്ലിമെന്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ, നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഏരിയാസും നമ്മൾ അറിഞ്ഞിരിക്കണം, എല്ലാ ഭാഗങ്ങളും നമ്മൾ പരിഗണിക്കണം എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കുക, ദ നേഴ്സ് ഈസ് ഇൻസ്ട്രക്ടിങ് ദ പാരന്റ്സിനാണ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ഓഫ് എ ചൈൽഡ് വിത്ത് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അപ്പൊ ഈ കൊച്ചിന് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്. ആ കൊച്ചിന്റെ പാരന്റ്സിന് അല്ലെങ്കിൽ മാതാപിതാക്കളോട് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുകയാണ്. എന്ത്? റിഗാർഡിംഗ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ലിക്വിഡ് ഓറൽ അയൺ സപ്ലിമെന്റ്. അപ്പൊ ലിക്വിഡ് ഓറൽ, വായിൽ കൂടെ സിറപ്പ് അയൺ സപ്ലിമെന്റിന്റെ അഡ്മിനിസ്ട്രേഷനെ പറ്റി പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഇൻസ്ട്രക്ഷൻ ഷുഡ് ദ നേഴ്സ് ടെൽ ദ പാരന്റ്സ്? താഴെ പറയുന്നവയിൽ ഏത് കാര്യമാണ് നമ്മൾ പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇൻസ്ട്രക്ട് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ, അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്താണെന്ന് ഓർക്കുക. ആ പേരിനകത്ത് തന്നെ ഉണ്ട്, അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അനീമിയ ആണ്. അത് ചിലപ്പോൾ അയൺ ഇൻടേക്കിൽ ഉണ്ടാകുന്ന കുറവുകളായിരിക്കാം, അല്ലെങ്കിൽ ഇവൻ ചിലപ്പോഴൊക്കെ അയണിന്റെ അബ്സോർപ്ഷനിലോ ഒക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ പല കുട്ടികൾക്കും ചെറിയ പ്രായത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഇൻഫൻസിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, 6 months കൂടുതൽ ഈ മിൽക്ക് മാത്രം ആയിട്ട് ഒക്കെ കണ്ടിന്യൂ ചെയ്താൽ, അതായത് വീനിങ് ഡിലേഡ് ആയാലൊക്കെ ചിലപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാൻ സാധ്യതയുണ്ട്. കാരണം പാലിനകത്ത് ഈ അയൺ എന്ന് പറയുന്ന സാധനം ഡെഫിഷ്യൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാധാരണ ചില ശീലങ്ങളൊക്കെ ഉണ്ട്, ചോറൂണ് നടത്തുക. അപ്പോൾ അതുവരെയൊക്കെ ചിലപ്പോൾ ചിലര്, എല്ലാവരും അല്ല, ചിലര് മറ്റ് ഫുഡ്സ് കൊടുക്കാതെയൊക്കെ ഇരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റ് ഫുഡ്സ് കൊടുത്തു തുടങ്ങണം, അതായത് വീനിങ് സ്റ്റാർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ പാല് മാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാം, പിന്നെ ഒരു പ്രായത്തിൽ പിള്ളേർ കുറച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ കുറച്ച് മടിയൊക്കെ കാണിക്കുക, അവർ ഭയങ്കര ബിസിയാണ്, ഓടിച്ചാടിയൊക്കെ നടക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള, പിന്നെ ചിലപ്പോൾ ഈവൻ വേം ഇൻഫെസ്റ്റേഷൻസ് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല സാധ്യതകളുണ്ട്. എനിവേ, നമ്മൾ അതിലേക്കൊന്നും ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ, ഡു നോട്ട് റീഡ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അവിടെ വേം ഇൻഫെസ്റ്റേഷൻ ഉണ്ടോ, വീനിങ് ഡിലേഡ് ആയോ, മിൽക്ക് മാത്രം തുടരുന്നത് കൊണ്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല.
just consider a child with iron deficiency, anemia, administration of liquid oral iron supplement. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഞ്ചക്ഷൻ അല്ല, അയൺ നമ്മൾ IM ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് സിവിയർ കേസസിൽ. ഇത് ലിക്വിഡ് ഓറൽ അയൺ സപ്ലിമെന്റ് കൊടുക്കുന്ന കാര്യത്തെ പറ്റി പാരൻസ്, അപ്പം നമുക്കറിയാം സാധാരണ പാരൻസ് നമ്മൾ കൊച്ചിനെ വീട്ടിൽ അയച്ചു കഴിഞ്ഞാൽ പാരൻസ് ആയിരിക്കും സാധാരണഗതിയിൽ സപ്ലിമെന്റ് അല്ലെങ്കിൽ വാട്ടെവർ മെഡിസിൻസ് കൊടുക്കുന്നത്. അപ്പൊ അവരോട് നമ്മൾ പറയേണ്ട ഇൻസ്ട്രക്ഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് അഡ്മിനിസ്റ്റർ ദി അയൺ അറ്റ് മീൽ ടൈംസ് എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡിനോട് ചേർന്ന് അല്ലെങ്കിൽ ഫുഡിന് തൊട്ട് ശേഷം. മീൽ ടൈംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതിനോട് കൂടെ. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് അഡ്മിനിസ്റ്റർ ദ അയൺ ത്രൂ എ സ്ട്രോ, എന്നുവെച്ചാൽ ഒരു സ്ട്രോ ഉപയോഗിച്ച് അയൺ കൊടുക്കുക. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നു മിക്സ് ദ അയൺ വിത്ത് സീരിയൽ ടു അഡ്മിനിസ്റ്റർ. സീരിയൽ നമുക്കറിയാം, പോറിഡ്ജ് ഒക്കെ ഇങ്ങനെ കുറുക്ക് ഒക്കെ നമ്മൾ പിള്ളേർക്ക് കൊടുക്കാറുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് ആഡ് ദ അയൺ ടു ഫോർമുല ഫോർ ഈസി അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇവിടെ 4 ഓപ്ഷൻസ് കണ്ടു. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് അഡ്മിനിസ്റ്റർ ദ അയൺ അറ്റ് മീൽ ടൈംസ്, ഭക്ഷണത്തിന്റെ കൂടെ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഭക്ഷണത്തിന്റെ കൂടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ചില ഫുഡ്സ് നമ്മൾ പറയും മീൽ ടൈംസ് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ അതിന് ശേഷം കൊടുക്കാനൊക്കെ ചില മെഡിസിൻസിനെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ അയൺ അങ്ങനെ കൊടുത്താൽ അത് അതിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മീൽ ടൈംസിൽ അയൺ കൊടുക്കാറില്ല, അല്ലെങ്കിൽ ഫുഡിന്റെ കൂടെ എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ പറയാം, അതിൻ്റെ കൂടെ അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല. പിന്നെ അടുത്ത ഓപ്ഷൻ പറയുന്നത് അഡ്മിനിസ്റ്റർ ദ അയൺ ത്രൂ എ സ്ട്രോ. സ്ട്രോ ഉപയോഗിച്ച് ഒരു സാധനം കഴിച്ചാൽ കുടിക്കുക. സ്ട്രോ ഉപയോഗിച്ച് നമ്മൾ കുടിക്കാറാണ് പതിവ്, കഴിക്കാറില്ല. കുടിച്ചാൽ എന്താണ് പ്രയോജനം? അങ്ങനെ കുടിച്ചാലുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പല്ലയിലും നാക്കയിലും ഒക്കെ ഒട്ടാതെ ഇരിക്കും, നേരെ അകത്തേക്ക് അങ്ങ് പോകും, എസ്പെഷ്യലി പല്ലയിൽ ഒട്ടാതിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അയൺ സപ്ലിമെന്റ് എപ്പോഴും പല്ലയിൽ സ്റ്റെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ പല്ലയിൽ കളർ, അതിൻ്റെ അയൺ സപ്ലിമെന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ആ കളറ് ഈ പല്ലയിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജനറലി പറയുന്ന ഒരു കാര്യമാണ് അഡ്മിനിസ്റ്റർ ദി അയൺ ത്രൂ എ സ്ട്രോ. അത് ഈ ഓറൽ, അവിടെ പ്രത്യേകിച്ച് നോക്കുക, ഇവിടെ ലിക്വിഡ് ഓറൽ അയൺ സപ്ലിമെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് സ്ട്രോയിൽ കൂടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം ഇതാണെന്ന് ഓർക്കുക. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് മിക്സ് ദ അയൺ വിത്ത് സീരിയൽ ടു അഡ്മിനിസ്റ്റർ. നാലാമത്തെ ഓപ്ഷൻ പറയുന്നു ആഡ് ദ അയൺ ടു ഫോർമുല ഫോർ ഈസി അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ 2 ഓപ്ഷൻസും ഏകദേശം സിമിലർ ഓപ്ഷൻസ് ആണ്, എലൈക്ക് ഓപ്ഷൻസ്. ഓക്കെ, ഈ എലൈക്ക് ഓപ്ഷൻസ്, ഒരുപോലെയുള്ള ഓപ്ഷൻസ് വന്നാൽ മിക്കവാറും അത് രണ്ടും എന്ന് വെച്ചാൽ നമ്മൾ 3 ആണ് ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കുന്നതെങ്കിൽ 4ഉം കറക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒന്ന് പറയുന്നത് സീരിയലിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക, അടുത്തത് പറയുന്നത് ഫോർമുലയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ടും തിയററ്റിക്കലി രണ്ടും സെയിം ഇഫക്റ്റ് ആണ്. അപ്പോ ഓർക്കുക അത് രണ്ടും തെറ്റായിരിക്കും. പിന്നെ അത് മാത്രമല്ല മറ്റു റീസണും കൂടെ ഉണ്ട്. നമ്മൾ ആദ്യമേ നമ്മളുടെ ഈ ഫസ്റ്റ് ഓപ്ഷനകത്തും അതും ഏകദേശം ഒരു സിമിലർ ഓപ്ഷൻ പോലെ വരും. അപ്പോൾ ആ റീസൺ തന്നെയാണ് ഇവിടെ. സീരിയലിന്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഫോർമുലയുടെ കൂട്ടത്തിലോ കൊടുത്തു കഴിഞ്ഞാൽ അത് അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യാം. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, നമ്മൾ ഒരു ചൈൽഡിന്റെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനെ പറ്റി ഓർത്താൽ ഒരിക്കലും ഒരു സാധനവും നമ്മൾ ഫുഡിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഒരു മെഡിക്കേഷനും, ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു മെഡിക്കേഷനും നമ്മൾ ഫുഡിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതിന് 2-3 റീസൺസ് ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള
ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുറച്ച് സീരിയൽ എടുത്തു, അല്ലെങ്കിൽ ഫോർമുല എടുത്തു, അല്ലെങ്കിൽ പാലെടുത്തു, അതിനകത്ത് നമ്മൾ ഈ ഇപ്പോൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഹാഫ് ടീസ്പൂൺ എത്രയായിക്കോട്ടെ നമ്മൾ ഈ അയൺ സപ്ലിമെന്റ് അല്ലെങ്കിൽ ഏത് മെഡിക്കേഷനും ആയിക്കോട്ടെ, ആന്റിബയോട്ടിക് ആയിക്കോട്ടെ, എന്തും, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ആയിക്കോട്ടെ, അത് കൊടുക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ ഈ പാലിനകത്തോട്ട് മൊത്തം കലക്കി എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുന്നത്? ഈ കൊച്ച് ഈ പാല് മുഴുവൻ കുടിക്കണമെന്ന് നിർബന്ധമില്ല, അല്ലേ? നമ്മൾ ഇപ്പോൾ കൊച്ചിന് നമ്മൾ 100 ml അല്ലെങ്കിൽ 150 ml പാലെടുത്തു, അല്ലെങ്കിൽ ഫോർമുല എടുത്തു, സീരിയൽ എടുത്തു. കൊച്ച് ചിലപ്പോൾ 75 ml ആയിരിക്കും, അല്ലെങ്കിൽ 50 ml ആയിരിക്കും കഴിക്കുന്നത്. അല്ലെ ചിലപ്പോൾ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി കുറച്ച് താഴെ പോയി. നമുക്കറിയത്തില്ല ഇതെന്തുമാത്രം ഈ കൊച്ചിന്റെ അകത്ത് പോയി എന്നറിയത്തില്ല. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് സൈക്കോളജിക്കൽ കാരണമാണ്. നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ആ ഫുഡ് ഉണ്ടാക്കിയ ആളിനെ ട്രസ്റ്റ് ചെയ്താണ് അത് കഴിക്കുന്നത്. ഇപ്പൊ കൊച്ചിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു ഇൻഫന്റിനെയൊക്കെ സംബന്ധിച്ച് ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം വളരെ പ്രധാനമാണ്. അപ്പൊ അമ്മ കൊടുക്കുന്നത് എന്തും അവര് വളരെ ട്രസ്റ്റ്ഫുള്ളി ആണ് അവരത് കഴിക്കുന്നത്. അപ്പൊ അവിടെ അത് കഴിക്കുമ്പോൾ അതിനൊരു കയ്പ്, അത് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ല. ഓക്കെ, അപ്പോൾ ദാറ്റ് ക്യാൻ അഫക്ട് ദ ട്രസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഫുഡിന്റെ കൂട്ടത്തിൽ അങ്ങനെ മെഡിക്കേഷൻസ് ഒരിക്കലും മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഓക്കെ, അപ്പൊ ഇത് അയണിനെ മാത്രം അല്ല, ഏത് മെഡിക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും ഒരിക്കലും ഫുഡിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കരുത്. അതുപോലെ ചില ഇപ്പം നമ്മളുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ആണെങ്കിലും നമ്മളും അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഒക്കെ ചെയ്ത് കാണാറുണ്ടായിരിക്കും. തേനിന്റെ കൂട്ടത്തിൽ, കാരണം കൊച്ചിന് ഇച്ചിരി കയ്പുള്ള മരുന്നാണെങ്കിൽ തേനിന്റെ കൂട്ടത്തിൽ കലർത്തി ഒക്കെ കൊടുക്കാറുണ്ട്. അത് അങ്ങനെ കൊടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേനിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇത് വിഴുങ്ങാൻ കൂടുതൽ പ്രയാസമായിരിക്കും. പ്രത്യേകിച്ച് കൊച്ചിനെയൊക്കെ സംബന്ധിച്ച് ഇത് വിഴുങ്ങാൻ കൂടുതൽ പ്രയാസമായിരിക്കും. അപ്പൊ അതിലും നല്ലത് കുറച്ച് വെള്ളത്തിൽ, ഇപ്പൊ ടാബ്ലറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ചെറുതായിട്ട് അലിയിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന്റെ പുറമെ ശകലം എന്തെങ്കിലും പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു മധുരം അതിന്റെ പുറകെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊരു ജനറൽ കാര്യമാണ്. ഇവിടെ ഈ അയണിനെ സംബന്ധിച്ച് ഈ 2 ഓപ്ഷൻസും, ഈ 3 and 4 ഓപ്ഷൻസ് ഏകദേശം സിമിലർ ഓപ്ഷൻസ് ആണ്. പിന്നെ അതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ മീൽ ടൈമിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട് ദി അബ്സോർപ്ഷൻ, റെഡ്യൂസ് ദി അബ്സോർപ്ഷൻ കുറയ്ക്കും. പിന്നെ ഈ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്ട്രോ ഉപയോഗിച്ച് കൊടുത്താൽ ഇത് പല്ലേൽ സ്റ്റെയിൻ ചെയ്യാതിരിക്കും. അപ്പൊ ഇവിടെ ഇത് പല്ലേൽ സ്റ്റെയിൻ ചെയ്യും, പല്ലിന് ചെറിയ അയന്റെ പോലത്തെ കറ പിടിക്കും എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട റീസൺ. ഓക്കെ, അപ്പോൾ ആ റീസൺ ഓർക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഓറൽ അയൺ സപ്ലിമെന്റ് എപ്പോഴും സ്ട്രോ ഉപയോഗിച്ചാണ് കൊടുക്കുന്നത് എന്നോർക്കുക. ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ കൊച്ചൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെറിയ കുഞ്ഞു പിള്ളേരെ അങ്ങനെ സ്ട്രോയിൽ വലിച്ചു കുടിക്കാൻ അറിയാൻ മേലാത്ത പിള്ളേരാണെങ്കിൽ നമ്മൾ അത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പല്ല് ഒന്നുകിൽ ഇപ്പോൾ തീരെ കുഞ്ഞു കൊച്ചൊക്കെ ആണെങ്കിൽ നമ്മളൊരു വെറ്റ് വൈപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നനഞ്ഞ തുണി ഉപയോഗിച്ച് പല്ല് ഒന്ന് വൈപ്പ് ചെയ്ത് വിടുക. അതല്ലെങ്കിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് അവരെ ബ്രഷ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരോട് ചെയ്യാൻ ഇൻസ്ട്രക്ട് ചെയ്യുകയോ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ടോപ്പിക്സ്, ഓക്കെ, ഈ പോയിന്റ്സ് അതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള കൊച്ച്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലിക്വിഡ് ഓറൽ അയൺ സപ്ലിമെന്റ്. അപ്പൊ താഴെ പറയുന്നതിൽ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ സ്ട്രോ ഉപയോഗിച്ച് അയൺ സപ്ലിമെന്റ് കൊടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.